ഇതാണ് നിങ്ങളുടെ ഷഡ്ഡി. നീ എന്തിനാടി എന്റെ ഷഡ്ഡി എടുത്തോണ്ട് ഇങ്ങോട്ട് വന്നേക്കണത്? ഇറാൻ വിട്ട മിസൈലൊക്കെ നീ ഇതുകൊണ്ടാണ് തടുത്തത്. എത്ര ഓട്ടയാണത്. എടി ഈ ഓട്ടമുള്ള ഷഡ്ഡി ഇട്ടിറങ്ങുന്ന അത്ര ആൾക്കാരുണ്ട് നിനക്കറിയോ? നമ്മുടെ മനസ്സിനകത്തുള്ള വിങ്ങലുണ്ടല്ല, അത് ആരും അറിയാണ്ട് കൊണ്ടു നടക്കുന്ന ഒരു അവസ്ഥയുണ്ട്. ആ അവസ്ഥയാണ് ഈ ഓട്ടമുള്ള ഷഡ്ഡി ഇട്ട് നടക്കുമ്പോൾ ഒരു അവസ്ഥ. എനിക്കത് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഇതെന്തുട്ടത്? നിനക്ക് പല്ല് വന്ന അന്ന് മുതൽ നീ തന്നെ ഉപയോഗിക്കണേ, മാറ്റാറായില്ലേ? ഞാൻ ബ്രഷിക്കണതേ ഇതെനിക്ക് എൻ്റെ അപ്പാപ്പനെ മരണക്കിടക്കയിൽ വെച്ച് തന്നോണം. എൻ്റെ അപ്പാപ്പൻ്റെ ആപ്പാടുള്ളൊരു സമ്പാദ്യം ഉണ്ടെന്ന് അറിയോ? എന്നോട് തന്നെ മരണം വരെ ഈ ബ്രഷ് ഉപയോഗിച്ചോണ്ടെന്നാ പറഞ്ഞേക്കണേ. മരണക്കിടക്കല? നിന്റെ അപ്പാപ്പൻ എങ്ങനെയാ മരിച്ചേന്ന്? പാവം എൻ്റെ അപ്പാപ്പൻ. ഒരു ദിവസം വൈകിട്ട് വരാന്തേ കൂടെ വടി കുത്തിപ്പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കായിരുന്നു. ഞാനൊന്ന് ചെറുതാണ്. ഞാനപ്പോൾ വരാന്തയിൽ കളിച്ചോണ്ടൊക്കെ ഇരിക്കുകയാണ്. അപ്പം എന്നെ കുളിപ്പിക്കാനായിട്ട് എൻ്റെ അമ്മ വെളിച്ചെണ്ണയൊക്കെ എടുത്ത് എൻ്റെ അടുത്ത് ഇങ്ങനെ വെച്ചായിരുന്നു. അപ്പൊ അപ്പം വടിയും കുത്തി പിടിച്ചിങ്ങനെ വന്നാണ്ടപ്പോ ഞാനൊരു തമാശക്ക് വേണ്ടിയിട്ട് ഇച്ചിരി വെളിച്ചെണ്ണ എടുത്തിട്ട് ആ വരാന്തയിലേക്ക് ഒഴിച്ചു. അപ്പൊ അപ്പനിങ്ങനെ വടിയും കുത്തി പിടിച്ച് നടന്ന് പറയല്ല, വെളിച്ചെണ്ണയില് ചെന്നി വീഴ്ച തല പോയിട്ട് കട്ടില് പടി പിടിച്ച അപ്പാപ്പൻ ചത്തു. എന്തുട്ട്? അപ്പൊ ചുരുക്കത്തിൽ പറ, നീ നിന്റെ അപ്പാപ്പനെ തട്ടി അല്ലേ? പരമാനന്ദം നുകരുമിട